ഹായ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു അല്ലേ? കഴിഞ്ഞ കൊല്ലം ഞാനൊരു വീഡിയോ ചെയ്തു. ബി എഡിനെ ബന്ധപ്പെട്ടുള്ള കാര്യം, എൻ്റെ ബി എഡ് പഠിച്ചു കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസിനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തു. അത് വ്യൂസ് നന്നായി കയറുന്നുണ്ടെന്ന് ഞാൻ കണ്ടു. പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് നോക്കുമല്ലോ, നമ്മളൊരു വീഡിയോ നന്നായി റീച്ച് ആവുന്ന കാണുമ്പോൾ ഓൾമോസ്റ്റ് 18,000 ആൾക്കാരുടെ മുകളിൽ കണ്ടു. 18,000 മുകളിൽ ആൾക്കാർ കാണുക, ഓൾമോസ്റ്റ് 170 കമൻസ് കിട്ടുക. അതിൽ കുറേ നല്ല നല്ല കമൻസ് കണ്ടു. ഭയങ്കര സന്തോഷമായി. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് ഈ ബി എഡ് എന്നുള്ളത്, അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സ് എന്നുള്ളത് ഇത്രയും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു യു ഓൾ ഫോർ വാച്ചിങ് ദ വീഡിയോ. അപ്പോൾ ആ വീഡിയോയിൽ കുറേ പേര് കുറേ ഡൗട്ട് ചോദിച്ചു. അത് ക്ലിയർ ചെയ്ത് കൊടുത്ത കുറേ ആൾക്കാരുണ്ട് അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ തന്നെ. വളരെ സന്തോഷം. ആൻഡ് ഈ വീഡിയോ എന്ന് പറയുന്നത് അതിൽ വളരെ കോമൺ ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഇന്ന് ഞാൻ പറഞ്ഞുതരാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ പുതിയ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇനി ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. വീഡിയോയിലേക്ക് കാണാം. നമുക്ക് കുറേ കമൻസിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ വളരെ കോമൺ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഞാനിന്ന് ക്ലിയർ ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ രേവതി സുന്ദർ എന്ന് പറഞ്ഞൊരു കുട്ടിയെ ചോദിച്ചതാണ്. കുറച്ച് ഇൻട്രോവേർട്ട് ആയവർക്ക് ടീച്ചിങ് പാടായിരിക്കുമോ? ഞാൻ 2017 നവംബറിൽ MSc കെമിസ്ട്രി പാസ്സായി. പിന്നെ PSc നോക്കിയിരുന്നു. ഇപ്പോൾ 29 വയസ്സായി. ഇനി ബി എഡിന് പോയാൽ ശരിയാകുമോ? ബി എഡ് കഴിഞ്ഞാൽ ജോബ് ചാൻസ് ഉണ്ടോ? ഇനി ബി എഡ് 1 ഇയർ ആകാൻ സാധ്യതയുണ്ടോ? ഒരു സെറ്റ് ഓഫ് ഇതിൽ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇൻട്രോവേർട്ട് ആയവർക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനീഷ്യൽ സ്റ്റേജ് ബി എഡിലെ ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം നമുക്കിപ്പോൾ സ്റ്റേജിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, ഒരു പാട്ട് പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവും. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ടീച്ചേഴ്സ് നമുക്ക് അറിയാത്ത ഒരു 40-50 സ്റ്റുഡൻസിൻ്റെ ഫ്രണ്ടിൽ പോയി ക്ലാസ് എടുക്കണം. അതൊരു ഹാബിറ്റായിട്ട് മാറും. നിങ്ങൾ റെഗുലറായിട്ട് ഓരോ ക്ലാസ്സിൽ പോകുമ്പോൾ അത് എടുത്തെടുത്തത് മാറും. പക്ഷേ അതിലോട്ട് എത്തണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ബി എഡ് ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ ഒരുപാട് പ്രോഗ്രാംസ് വരും, ഒരുപാട് ക്ലാസ്സസ് എടുക്കാനുള്ള. അതിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന് എടുക്കണമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് ടീച്ചർ ഇരുന്നുകൊണ്ട് നമ്മൾ ക്ലാസ് എടുക്കുന്നതായിരിക്കാം. ഇതിനെല്ലാത്തിലും എടുത്തെടുത്ത് നിങ്ങൾക്ക് ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരും, എന്തായാലും ഫോർ ഷുവർ വരും. അപ്പം ഇവിടെ ഇൻട്രോവേർട്ട് എന്നുള്ളൊരു സംഭവം ഇല്ല ആക്ച്വലി. അത് നിങ്ങൾ എക്സ്ട്രോവേർട്ടായിട്ട് മാറും, ഷുവറായിട്ട് മാറും. പിന്നെ വയസ്സ് ബി എഡിനൊരു പ്രോബ്ലമേ അല്ല. നിങ്ങൾക്ക് ആ പഠിപ്പിക്കാനുള്ള പാഷൻ, ആ താല്പര്യം അതുണ്ടെങ്കിൽ ഏജ് ഒരു പ്രോബ്ലമേ അല്ല. ഇത് ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഏജിനെ റിലേറ്റ് ചെയ്തിട്ട്. അവർക്ക് വേണ്ടിയിട്ട് പറയുന്നത്. പിന്നെ ബി എഡ് കഴിഞ്ഞാൽ ജോബ് ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻ ഇന്ത്യയിൽ ബി എഡ് പഠിച്ചു തീരുന്ന ഒരാൾക്ക് എപ്പോഴും ഒരു ഡിമാൻഡ് കൂടുതലാണ്. ബി എഡ് ഉണ്ട് എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ടീച്ചിങ് ഫീൽഡിൽ. അപ്പോൾ ചാൻസ് കിട്ടുന്നത് ഇഷ്ടംപോലെ സ്കൂളുകളുണ്ട്. നമ്മൾ അപ്ലൈ ചെയ്യുന്നത് പോലെ ഇരിക്കും. പിന്നെ PSc പ്രിപ്പയർ ചെയ്ത് ഗവൺമെൻറ് കിട്ടുന്ന അത് നിങ്ങൾ ചെയ്യുന്ന വർക്ക് പോലെ ഇരിക്കും. അതല്ലാണ്ട് ഇഷ്ടം പോലെ പ്രൈവറ്റ് സ്കൂൾസ് ഉണ്ട്, കേരളത്തിലാവാം പുറത്താവാം. അത് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന പോലെ ആയിരിക്കും, നമ്മൾ ട്രൈ ചെയ്യുന്ന പോലെ ആയിരിക്കും. നല്ല സാലറിയിൽ തന്നെ ഇഷ്ടം പോലെ സ്കൂളുകളുണ്ട്. അത് ട്രൈ ചെയ്യാം. അതുകൊണ്ട് 29 വയസ്സായി 30 വയസ്സായി അതൊരു വിഷയമേ അല്ല. പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ കാര്യങ്ങൾ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഡിഗ്രി കഴിഞ്ഞ് ബി എഡ് ചെയ്താൽ ഓക്കെ ആണോ? PG എടുത്ത് ചെയ്യുന്നതാണോ നല്ലത്? ഈ ഒരു ടോപ്പിക്കിനെ ബന്ധപ്പെട്ടിട്ട് കുറേ പേര് എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ എടുത്തെന്ന് മാത്രം. എന്തുകൊണ്ട് നല്ലത്? എപ്പോഴും PG കഴിഞ്ഞിട്ട് നിങ്ങൾ ബി എഡ് എടുക്കുന്നതാണ് നല്ലത്. ഇനി എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ബി എഡ് എടുത്ത ആളാണ്. അപ്പോൾ ഞാനിപ്പോൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത ആൾക്കാർ ചോദിക്കുന്നത്, എന്താ PG ചെയ്യാത്തത്? എനിക്ക് എപ്പോഴും എൻ്റെ ഇത് പറയുന്നത്, ഞാൻ 6th to 10th വരെ പഠിപ്പിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഞാൻ എൻ്റെ കാര്യമായിട്ട് പറയുന്നത്, പേഴ്സണൽ ഒപ്പീനിയനാണ്. അത് ഒരുപാട് പേർക്ക് അത് മാറും. നിങ്ങൾക്ക് +1 +2 പഠിപ്പിക്കണമെങ്കിൽ എന്തായാലും PG വേണം. +1 +2 സ്കൂളിൽ പഠിപ്പിക്കണമെങ്കിൽ യു നീഡ് PG. അപ്പോൾ എന്തുകൊണ്ടും PG കഴിഞ്ഞിട്ട് വന്ന് ബി എഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ക്ലിയർ? ഞാൻ ഇനി ഭാവിയിൽ ഡിസ്റ്റൻസ് ആയിട്ട് PG ചെയ്യുമായിരിക്കും. എനിക്കറിയില്ല എപ്പോഴാണെന്നുള്ളത്. പക്ഷേ കറൻ്റ് ഞാൻ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ബി എഡ് ചെയ്തിട്ട് ടീച്ചറായ ആളാണ്. ഓക്കെ. എന്തുകൊണ്ടും PG കഴിഞ്ഞിട്ട് ബി എഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അടുത്തത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ആതിര എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് ചോദിച്ചിരിക്കുന്നത്. ഹായ്, ഐ ആം 23 year old. ഞാൻ PG കഴിഞ്ഞു, 1 year ബ്രേക്ക് വന്നു. എനിക്ക് ഡാൻസ് ചെയ്യാനും പാട്ട് പാടാനും ഒന്നും അറിയില്ല. അങ്ങനെയുള്ളവർക്ക് ബി എഡ് ചെയ്യാൻ പറ്റില്ല.
കുറേ പേര് പേടിപ്പിക്കുന്നു. മറ്റുള്ളവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് നമ്മളെ പേടിപ്പിക്കുക എന്നുള്ളത്. പാട്ട് പാടാനോ ഡാൻസ് ചെയ്യാനൊന്നും എനിക്കും അറിയൊന്നുമില്ല. ഞാൻ BEd പഠിച്ചു കഴിഞ്ഞു, ഇപ്പോൾ 2 കൊല്ലം സ്കൂളിൽ പഠിപ്പിക്കുന്നു. അപ്പോൾ എനിക്ക് പറ്റുമെങ്കിൽ എന്തായാലും ഈ ചോദിച്ച കുട്ടിക്കോ അല്ലെങ്കിൽ BEd എടുക്കുന്ന എല്ലാവർക്കും പറ്റും. പാട്ട് പാടാൻ അറിഞ്ഞില്ല അല്ലെങ്കിൽ ഡാൻസ്, അതൊക്കെ ഒരു ദിവസത്തെ ചിലപ്പോൾ ഒരു ടാസ്ക് ആയിരിക്കും. പാട്ട് പാടാൻ പറ്റിയില്ല അല്ലെങ്കിൽ സ്റ്റേജിൽ എന്തെങ്കിലുമൊക്കെ ഒരു കഴിവ് നമുക്ക് ഉണ്ടാവും. ഉറപ്പായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടാവും. അത് നമ്മൾ സ്റ്റേജിൽ ചെറുതായി പ്രസൻറ്റ് ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. അതൊരു ചെറിയ പാർട്ടാണ്. BEdൽ നമുക്ക് നമ്മുടെ ആ ഒരു ചമ്മൽ അല്ലെങ്കിൽ രണ്ടാളുടെ മുന്നിൽ സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, അതൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ മാറണം ഓരോ ആക്ടിവിറ്റി ചെയ്യാൻ. അത് മാത്രമേ ഉദ്ദേശമുള്ളൂ. അപ്പോൾ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാൾക്ക് തുടക്കത്തിൽ ഒരു ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. അത് ആൾക്കാർ പേടിപ്പിക്കാൻ പറയുന്നതുകൊണ്ട് നമ്മൾ ഒരിക്കലും ആ കോഴ്സ് ഇഷ്ടമല്ലാണ്ട് പോകരുത്. അല്ലെങ്കിൽ ടീച്ചിങ് ഇഷ്ടമുള്ളവർ ഒരിക്കലും BEd എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യണം, ഡാൻസ് പാടണം, പാട്ട് കളിക്കണം, അത് വിചാരിച്ച് എടുക്കാതിരിക്കരുത്. അതൊക്കെ മേ ബി 1-2 ദിവസം ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാവും, അതവിടെ തീർന്നു. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള പ്രോസസ്സ് എല്ലാം അടിപൊളിയാണ്. ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. പേടിപ്പിക്കുന്നവർ പേടിപ്പിക്കട്ടെ. എനിക്ക് പാട്ട് പാടാനോ ഡാൻസ് കളിക്കാനൊന്നും അങ്ങനെ അറിയൊന്നുമില്ല. പറ്റുന്ന പോലെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് എവിടേക്കോ. ആൻഡ് ഇന്ന് ഞാൻ 10-100 കുട്ടികളുടെ മുന്നിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. ഇപ്പം മോർ ദാൻ 1K വ്യൂസ് ഉള്ള ഒരു ചാനലിൽ ഇരുന്ന് ഞാൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എൻ്റെ അടുത്ത് പറ്റില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടാവും. സ്റ്റിൽ ഞാൻ ട്രൈ ചെയ്യുന്നു. നിങ്ങളും ട്രൈ ചെയ്യുക. ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതായത്, സർ, ഐ ആം 27 years old. എനിക്ക് 3 കുട്ടികളുണ്ട്. 3 മക്കളും ചെറുതാണ്. എനിക്ക് BEd എടുക്കണം എന്നുണ്ട്. പക്ഷേ എല്ലാവരും പറയുന്നു 3 മക്കളായിട്ട് എനിക്ക് നടക്കില്ല, ഒരുപാട് വർക്ക്സ് ഉണ്ട് എന്ന്. ഡിഗ്രി ഡിസ്റ്റൻസ് ആയിട്ടാണ് ഞാൻ എടുത്തത് ഇഗ്നോയിൽ. എൻ്റെ നാച്ചുറൽ സയൻസ് ക്ലാസ്സിൽ ഇതേപോലെ കുട്ടികളുടെ അമ്മമാർ പഠിച്ചത്, ഞാൻ ആരുടെ പേര് പറയുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ചാൽ, അവരവരുടെ കുട്ടികളെ നോക്കുന്നുണ്ട്. BEdൽ വർക്ക് ഉണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, വർക്കുണ്ട്. ബട്ട് ഞാൻ സമയത്തിന് വെക്കുന്നതിനെക്കാട്ടും മുന്നേ ഈ 2 അമ്മമാർ അവരുടെ പ്രൊജക്റ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട് എങ്ങനെ ഇവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യുന്നത്. BEd എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒരു കുട്ടികളെ നോക്കുന്ന ഒരു മദർ എന്നുള്ള നിലയ്ക്ക് അവരുടെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് ഉണ്ടല്ലോ, ഹസ്ബൻഡ് ആയിക്കോട്ടെ, പാരൻസ് ആയിക്കോട്ടെ, സിസ്റ്റർ, കസിൻസ്, ബ്രദർ, ആരാണെങ്കിലും അവരുടെ ഒരു സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് BEd ചെയ്യുന്ന സമയത്ത്. കാരണം നമ്മൾ ഇമോഷണലി നല്ല ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള ദിവസങ്ങൾ വരും. പ്രത്യേകിച്ച് ഫൈനൽ ഇയർ ആകുമ്പോൾ ക്ലാസ് എടുക്കലും ചാർട്ട് വർക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരും. അപ്പം നമുക്ക് പ്രത്യേകിച്ചും ഹസ്ബൻഡിൻ്റെ ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ നമ്മുടെ പാരൻസിൻ്റെ സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് തളർന്നു പോകും. അവരെല്ലാം നമ്മുടെ ഫാമിലിയിൽ നോക്കാൻ, കുട്ടികളെ നോക്കാൻ ഓക്കെ ആണ്, ഫുൾ സപ്പോർട്ട് ചെയ്യാൻ, ഈ ഒരു 2 years ഫുൾ സപ്പോർട്ട് ചെയ്യാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ BEd എടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കാരണം കോളേജ് കുറേ കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യും. നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസിനാണെങ്കിലും കുറച്ച് അഡീഷണൽ ലീവ് തരും, നോട്ട്സ് അഡീഷണൽ അയച്ചു തരും. അങ്ങനെ ഞാൻ എൻ്റെ കോളേജിൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അവർ നല്ല സപ്പോർട്ട് ചെയ്യും. അതേപോലെ നിങ്ങൾക്ക് ഫാമിലിയിൽ നിന്നും സപ്പോർട്ട് കിട്ടുമെങ്കിൽ നിങ്ങൾ 3 മക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല, യു ക്യാൻ ടേക്ക് BEd. ഓക്കെ, പഠിപ്പിക്കാൻ ഇഷ്ടമാണെങ്കിൽ. ഒരു ഡൗട്ട്, ഞാൻ ഫിസിക്കൽ സയൻസ് ഇപ്പോൾ മാനേജ്മെൻറ്റ് സീറ്റ് എടുത്തു, ഇംഗ്ലീഷ് നന്നായി അറിഞ്ഞിരിക്കുന്നു BEdന്. BEdന് നിങ്ങൾ പഠിക്കാൻ വരുന്ന സമയത്ത് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്, either മലയാളം ഓർ ഇംഗ്ലീഷ്. അതായത് മലയാളം ഉള്ളവർ ലെസൺ പ്ലാൻ എഴുതുന്നത് മലയാളത്തിലായിരിക്കും, ക്ലാസ് എടുക്കുന്നത് മലയാളമായിരിക്കും. മലയാളം എന്ന് പറയുമ്പോൾ നമ്മുടെ ലോക്കൽ മലയാളം പറ്റില്ല, ഈ ഭയങ്കര സ്പെസിഫിക് ആയിട്ടുള്ള മലയാളം. ഇപ്പോൾ സെല്ലിന് നമ്മൾ കോശം എന്ന് പറയും. അങ്ങനെ ഭയങ്കര മലയാളം മീഡിയം പഠിച്ചവർക്ക് അറിയാം, ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല. ആ എക്സാക്ട് മലയാളം യൂസ് ചെയ്ത് നിങ്ങൾ ക്ലാസ് എടുക്കണം. അപ്പോൾ അവർ ലെസൺ പ്ലാൻ എഴുതുന്നത് മലയാളത്തിലായിരിക്കും, ക്ലാസ് എടുക്കുന്നത് മലയാളത്തിലായിരിക്കും. ഇനി ഇംഗ്ലീഷ് ഓപ്റ്റ് ചെയ്യുന്നവർക്ക് they have to write their lesson plan in English as well as they have to take a class in English. ക്ലാസ്സും ഇംഗ്ലീഷിൽ തന്നെ എടുക്കണം. അപ്പോൾ നമ്മളൊരു സ്റ്റേറ്റ് സ്കൂളിലായിരിക്കും നമ്മുടെ ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകുന്നത്. ആ സമയത്ത് വി ഹാവ് ടു ടേക്ക് ദ ക്ലാസ് ഇൻ ഇംഗ്ലീഷ്. കുട്ടികളിങ്ങനെ കുറേ കന്തം വിട്ട് നിൽക്കുമായിരിക്കും, അവരത്ര ഇൻട്രസ്റ്റ് കാണിക്കില്ല. സ്റ്റിൽ വി ഹാവ് ടു ടേക്ക് ക്ലാസ് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇംഗ്ലീഷ് ഭയങ്കര സൂപ്പറായിട്ട് അറിയണം, ഇതെല്ലാം ചെയ്ത് വരിക. ഞാൻ ഇപ്പോൾ പഠിപ്പിക്കുന്ന സ്കൂളിൽ ഐ ഹാവ് ടു ടേക്ക് ക്ലാസ് ഇൻ ഇംഗ്ലീഷ്. ഇത് ആദ്യമൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. പക്ഷേ നമ്മളത് ചെയ്ത് മിസ്റ്റേക്സ് വരും. മിസ്റ്റേക്സ് ആ കുട്ടികളെ റെക്ടിഫൈ ചെയ്ത് തരും, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായി മനസ്സിലാക്കും. ഫൈനലി അത് അങ്ങ് മാറിക്കിട്ടും. ഓക്കെ, ഭയങ്കരമായിട്ട് ഇംഗ്ലീഷ് അറിയണമെന്നില്ല, ബേസിക് ഇംഗ്ലീഷ് യു ഹാവ് ടു നോ. അത് നമ്മൾ ക്ലാസ് ഇംഗ്ലീഷിൽ തന്നെ എടുക്കുക. അത് നമ്മൾ BEd പഠിക്കുന്ന കോളേജിലാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിലായിരിക്കും നമ്മുടെ ഫ്രണ്ട്സിന് മുന്നിൽ ക്ലാസ് എടുക്കുക.
കുറച്ച് ചമ്മൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അത് മാറും, ഉറപ്പായിട്ടും മാറും. സോ ഇംഗ്ലീഷ് കുറച്ച് അറിയണം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെക്കൻഡ് സെമ്മിൽ ക്രിറ്റിസിസം ഉണ്ടല്ലോ, ഒരാൾ എത്ര എണ്ണം എടുക്കണം, മൈക്രോ ടീച്ചിങ്ങിൻ്റെ ഒക്കെ പോലെയാണോ അത്? ഈ ക്രിറ്റിസിസം നമ്മൾ എടുക്കുന്നത് നമ്മൾ ടീച്ചിങ് പ്രാക്ടീസ് പോകുന്നതിന് മുന്നേ ഇനിഷ്യേറ്ററി എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അത് നമ്മൾ വേറൊരു സ്കൂളിൽ പോയിട്ടായിരിക്കും ഇത് ചെയ്യാം. നമ്മൾ BEd കോളേജിലല്ല അത് ചെയ്യുക, നമ്മൾ വേറെ സ്കൂളിലായിരിക്കും ചെയ്യുക. ആ സമയത്ത് ഒരു ക്രിറ്റിസിസം ക്ലാസ് ഉണ്ടാവും. അതായത് നിങ്ങൾ നോർമലി ക്ലാസ് എടുക്കുകയായിരിക്കും, ആൻഡ് നിങ്ങളുടെ ക്ലാസ് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു നമ്മുടെ ടീച്ചറും ഒപ്പം നമ്മുടെ തന്നെ ഫ്രണ്ട്സ് ഒരു 4-5 പേര്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ BEd ചെയ്യുന്ന, അത് മോസ്റ്റ്ലി ഒരു 5 പേരിൻ്റെ ഉള്ളിൽ കുട്ടികൾ ക്ലാസ്സിലുണ്ടാവും. ആൻഡ് ക്രിറ്റിസിസം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിൽ ഓരോ മിസ്റ്റേക്ക് അവർ നോക്കും. വെദർ നമ്മൾ ഇപ്പോൾ ചാർട്ട് ഹാങ് ചെയ്യാൻ എത്ര ടൈം എടുക്കുന്നു, സ്കെയിൽ വെച്ചിട്ടാണ് ഓരോന്നും കാണിക്കുന്നത്, കുട്ടികളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഹൗ ദ ക്ലാസ് മാനേജ്മെൻറ്റ്, സോ എവ്രിതിങ്. അങ്ങനെ നമ്മുടെ കുറ്റം കണ്ടുപിടിക്കാനായിട്ട് ഇരിക്കാൻ ടീച്ചറും നമ്മുടെ ഫ്രണ്ട്സും ഉണ്ടാവും. ആൻഡ് അവർ അത് ഓരോന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമുക്ക് പറഞ്ഞു തരും. അത്രേ ഉള്ളൂ ക്ലാസ്. അതിൽ പേടിക്കാനൊന്നുമില്ല. നമ്മൾ നോർമലായിട്ട് എത്ര കോൺഫിഡൻ്റ് ആയിട്ട് ക്ലാസ് എടുക്കുന്നു, അപ്പോൾ അതെല്ലാം നമ്മുടെ ഫ്രണ്ട്സും ടീച്ചേഴ്സും ക്ലാസ് കണ്ടതിന് ശേഷം അതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് അവർ എഴുതും. ക്ലിയർ? സോ അത്രേ ഉള്ളൂ ക്രിറ്റിസിസം. അത് ഒരു ക്ലാസ്സേ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ അതായിരുന്നു ക്വസ്റ്റ്യൻ. സോ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. മാർക്സ് ഒക്കെ എങ്ങനെയാണ് എക്സാമിൻ്റെ? ടഫ് വാല്യുവേഷൻ ആണോ? BEdന് ഒരിക്കലും നിങ്ങൾ ഡിഗ്രിക്ക് മാർക്ക് കിട്ടിയ പോലെ അല്ലെങ്കിൽ +2 മാർക്ക് കിട്ടിയ പോലെ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് അവിടെ വരരുത്. കാരണം BEdൻ്റെ വാല്യുവേഷൻ അത്യാവശ്യം ടഫ് തന്നെയാണ്. ആ ഒരു ക്വാളിറ്റി ഉണ്ടാവണം എഴുതുന്നതിന്. ആൻഡ് BEd എക്സാമിന് ആൾക്കാർ തോക്കുന്നവരുണ്ട്, നല്ല മാർക്ക് വാങ്ങുന്നവരുണ്ട്. സ്റ്റിൽ വാല്യുവേഷൻ ടഫാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് പിടിച്ചിട്ടൊക്കെ തന്നെ ആയിരിക്കും മാർക്ക് കിട്ടുക. നന്നായിട്ട് എഴുതാൻ അറിയണം. ആൻഡ് കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങാമെന്നുള്ള കാര്യമുള്ളൂ. സോ വാല്യുവേഷൻ ടഫാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടഫാണ്. സോ അത്ര. സോ ഞാൻ BA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ്. എനിക്ക് BEd സയൻസ് എടുക്കാൻ പറ്റുമോ? പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറയുമ്പോൾ സോഷ്യൽ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ BEd either in കൊമേഴ്സ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസിലായിരിക്കാം പറ്റുള്ളൂ. സയൻസ് എടുക്കാൻ പറ്റില്ല. ഓക്കെ, വളരെ കുറേ പേർക്കുള്ള ഡൗട്ടാണ് ഫിസിക്കൽ സയൻസ് എന്താണ്, നാച്ചുറൽ സയൻസ് എന്താണെന്നുള്ളത്. ഫിസിക്കൽ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BEdലെ ഒരു സബ്ജക്റ്റാണ്. ഫിസിക്സ് കെമിസ്ട്രി ആണ് നിങ്ങൾ സയൻസിൽ, അതായത് നിങ്ങളുടെ ഡിഗ്രിക്ക് പഠിച്ചതെങ്കിൽ അല്ലെങ്കിൽ PGക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കൽ സയൻസ് ഓപ്റ്റ് ചെയ്യാം. കെമിസ്ട്രി ഉണ്ടാവും, ഫിസിക്സും ഉണ്ടാവും. നാച്ചുറൽ സയൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിഗ്രിയിൽ നിങ്ങൾ ബോട്ടണി, സുവോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി, ബയോ കെമിസ്ട്രി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തതെങ്കിൽ യു കം അണ്ടർ നാച്ചുറൽ സയൻസ് എന്ന് പറയും. ഓക്കെ, സോ ഇതാണ് ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കുറേ പേരുടെ ഡൗട്ടാണ് ഫിസിക്കൽ സയൻസ് എന്ന് പറയുമ്പോൾ എന്തോ PT ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അല്ല. ഓക്കെ, സോ അതാണ്. അതുപോലെ എൻ്റെ അടുത്ത് കമൻസിൽ വന്ന കാര്യമാണ് ഈ BBA കഴിഞ്ഞവർ ഏതിൽ BEd എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു BEd ഇൻ കൊമേഴ്സ് അല്ലെങ്കിൽ എക്കണോമിക്സ് ഇങ്ങനെയുള്ള സബ്ജക്റ്റിലൊക്കെ നിങ്ങൾക്ക് BEd എടുക്കാം. കൂടുതലും എന്തായാലും കൊമേഴ്സിലായിരിക്കും. പിന്നെ സോഷ്യോളജി ഇങ്ങനെ ചെയ്യുന്നവർക്ക് എന്തായാലും BEd സോഷ്യൽ സയൻസിലായിരിക്കും. ഓക്കെ, പിന്നെ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ച കാര്യമാണ് ഈ സ്പെഷ്യൽ BEd കേരളത്തിൽ എവിടെയൊക്കെ ഉണ്ട്, എന്താണ് സ്പെഷ്യൽ BEd എന്നുള്ളത്. സോ സ്പെഷ്യൽ BEd എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ BEd പോലെ തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടി ഒരു ഇത്തിരി കോംപ്ലിക്കേറ്റഡ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ നോർമലായിട്ടുള്ള സ്റ്റുഡൻസിനായിരിക്കില്ല പഠിപ്പിക്കുക. ഈ ഓട്ടിസം, ലേണിംഗ് ഡിസബിലിറ്റി, ഇമോഷണലി അല്ലെങ്കിൽ മെൻ്റലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾ, ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു BEd ആണ് സ്പെഷ്യൽ BEd എന്ന് പറഞ്ഞിട്ട്. സോ അതിങ്ങനെ കേരളത്തിൽ കുറച്ച് സ്ഥലത്തുണ്ട്, ഞാനതിങ്ങനെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് AWH കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ കാലിക്കറ്റ്, ആദിശങ്കര ട്രെയിനിങ് കോളേജ് കാലടി, അവില ട്രെയിനിങ് കോളേജ് കൊച്ചി, BNV കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ഐ തിങ്ക് ട്രിവാൻഡ്രം ആണെന്ന് തോന്നുന്നു. സോ കൊച്ചിയിലുണ്ട്, ട്രിവാൻഡ്രം, കൊല്ലം, മലപ്പുറം, ഇങ്ങനെ കുറേ സ്ഥലത്ത് ഈ സ്പെഷ്യൽ BEd ഉള്ള കോളേജുകളുണ്ട്. സോ അത് നല്ലൊരു ഓപ്ഷനാണ്. അത് ആക്ച്വലി അങ്ങനെ ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ കുറച്ചും കൂടി നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷനാണ്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കുറച്ച് ഡൗട്ട്സ് ഞാനിപ്പോൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഞാൻ വേറെയും ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഇന്ന് മഴ കാരണം ലീവ് കിട്ടിയതുകൊണ്ടാണ് ഇത് ഷൂട്ട് ചെയ്യാനുള്ള ടൈം തന്നെ കിട്ടിയത്. ഇല്ലെങ്കിൽ സ്കൂളും തിരക്കും കാര്യങ്ങളായിട്ട് അങ്ങനെ പോകും. സോ താങ്ക്സ് ഫോർ വാച്ചിങ് അഗെയിൻ. ഇനിയും നിങ്ങളുടെ ഡൗട്ട് എന്താണ്, കാര്യങ്ങൾ എന്താണ്, കമൻറ്റ് സെക്ഷനിൽ വരിക, കമൻറ്റ് ചെയ്യുക. സോ അറിയുന്നവർ കമൻറ്റ് സെക്ഷനിൽ എന്നെ നേരത്തെ പോലെ പറഞ്ഞു കൊടുക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.
പഠിപ്പിക്കാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ബി എഡ് എടുക്കണമെങ്കിൽ ഒരു തെറ്റുമില്ല. ബി എഡ് ഈ അടുത്തൊന്നും ഒരു കൊല്ലം ആർക്കുമില്ല, അത് 2 കൊല്ലം തന്നെ ആയിരിക്കും. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോയിൽ കാണാം. സോ ഓൾ ദി ബെസ്റ്റ്.